Hi dear friends, welcome to today's video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു 85 kilograms ആയിരുന്നു എൻ്റെ വെയിറ്റ്. അവിടുന്ന് ഞാനൊരു 55 വരെ, അത് ഓൾമോസ്റ്റ് 30 kilograms വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആണ് കേട്ടോ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 2-3 വർഷത്തോളം, 3 വർഷമല്ല, 2017 ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 2023 വരെ ഞാൻ ഏറെക്കുറെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 55-നും 60-യുടെയൊക്കെ ഇടയിലായിട്ട്. പിന്നെ റീസെൻ്റ്ലി വീണ്ടും വെയിറ്റ് കൂടി. അപ്പോൾ അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ തന്നെയാണ് ഇനി വീണ്ടും വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ഡയറ്റ് പ്ലാൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുമോ, അത് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ. പക്ഷേ ഞാൻ ഈ ഒരു മെത്തേഡിൽ കൂടി തന്നെ വെയിറ്റ് കുറച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴയ വീഡിയോസിലൊക്കെ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് എന്താണ് ഞാൻ ചെയ്ത ഡയറ്റ് പ്ലാൻ എന്ന് പറയാം. അപ്പോൾ ഇത് തികച്ചും ഫുഡീസിന് അല്ലെങ്കിൽ ഫുഡ് ഒരു രീതിയിലും കുറയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലാനാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയത്തും ഒരു നേരത്തും വിശന്നിരിക്കുന്നില്ല. കാരണം എന്നെക്കൊണ്ട് അത് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. വിശന്നിരുന്ന് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഭയങ്കരമായിട്ട് പോർഷൻ കൺട്രോൾ ചെയ്തൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വലിയ വിശപ്പൊന്നും അറിയാതെ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ ചെയ്ത് എടുത്തിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് വെയിറ്റ് കുറയ്ക്കുവാണെന്ന് ഉള്ള രീതിയിൽ. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ഡയറ്റിൽ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങളെന്നെ കാണുന്നതിനേക്കാളും ഒരുപാട് വെയിറ്റ് കൂടിയിട്ട് ചെറിയ രീതിയിൽ വീണ്ടും വെയിറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൊരു സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് എന്താണ് 2017 to 2025 ആയി, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ആ പഴയ പ്ലാനിൽ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചോറും കറികളും അതുപോലെ ബിരിയാണി, കപ്പ, മീൻ, അങ്ങനെയൊക്കെ ഒരുപാട് നാടൻ ഫുഡുകളും അല്ലെ നമ്മുടെ ട്രഡീഷണൽ ഫുഡുകളൊക്കെ വെച്ചിട്ട് ഡയറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ടും ഇത് പ്രയോജനപ്പെടുക കേട്ടോ. വലിയ ശക്തമായിട്ടുള്ള ഡയറ്റൊന്നും ചെയ്യാൻ മനക്കെട്ടിയില്ലാത്ത ആളുകൾക്ക്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം പറയാം. ഞാൻ പൊതുവേ വെള്ളം തീരെ കുറച്ച് കുടിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേര് കാണുമായിരിക്കും. അപ്പോൾ അവർ പർപ്പസ്ഫുള്ളി വെള്ളം കുടിക്കുന്ന അളവൊന്ന് കൂട്ടാനായിട്ട് നോക്കുക. അത് നമുക്ക് വലിയ സ്ട്രെസ്സ് വരുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ദിവസം 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി കുറച്ചും കൂടി വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഫുഡ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചോറിരിക്കുന്ന പാത്രത്തിൽ നിന്ന് പ്ലേറ്റിൽ അപ്പം കോരിയിട്ട് കൊണ്ടുവന്ന് കഴിക്കുന്നതിന് പകരം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അന്ന് ആ ഒരു നേരം കഴിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും അത് ആദ്യമേ സെറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുക. ഇന്ന് ഞാൻ ഇത്രയാണ് കഴിക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ ആ പാത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയണം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വയർ നിറയും എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയും കൂടി വേണം. അപ്പോൾ കുറച്ച് നമ്മൾ സാധാരണ മലയാളികൾ ചെയ്യാറുള്ളത് കുറേ ചോറും കുറച്ച് കറിയും എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ചോറും പിന്നെ കുറേ കറിയുടെ ചാറുകളൊക്കെ വാരി വലിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ചിക്കനാണേലും ബീഫാണേലും അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ പുഴയ്ക്കുന്ന ഗ്രേവിയൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഫുഡ് പ്ലേറ്റ് സെറ്റ് ചെയ്യുക. അതായത് ആ പ്ലേറ്റിൻ്റെ അകത്ത് തുടക്കത്തിൽ നമ്മൾ വലിയ വ്യത്യാസം ഒന്നും വരുത്തണ്ട. നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് നമ്മൾ രണ്ടാമതും മൂന്നാമതും പോയി ചോറെടുക്കുക എന്നുള്ളൊരു സംഭവമില്ല. അതിനെയാണ് ഒരു പ്രോസസ്സാണ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടുന്ന അത്രയും ചോറ് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ അങ്ങനെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ചോറോ അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ കഴിക്കുന്ന ദോശയോ ഇഡലിയോ ഉപ്മാവോ പുട്ടോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊരു പ്ലേറ്റിൽ എടുത്ത് വയ്ക്കുക. അതിന് കൂട്ടത്തിലുള്ള കറികളും
എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇനി രണ്ടാമത് എടുക്കുന്നില്ല എന്ന് മാത്രം മനസ്സിൽ തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും, ഞാൻ ഈ എടുത്തേക്കുന്നതുകൊണ്ട് തികയുമോ എന്നുള്ള സംശയം. അപ്പോൾ വീണ്ടും മനസ്സ് സെറ്റ് ചെയ്യുക, എനിക്ക് തികഞ്ഞില്ല, ഞാൻ വീണ്ടും പോയിട്ട് കഴിക്കും. നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ, വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ വേറെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലൊന്നും അല്ല നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് മെൻ്റലി പ്രിപ്പയർ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പ്ലേറ്റിൽ ഒറ്റ തവണയായിട്ട് സെറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നതിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ 5, 6, 7, 8 ഇഡലിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അത് പറയുമ്പം അങ്ങനെ എനിക്കതിൽ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല. കാരണം ഞാനും 8 ഇഡലിയും 10 ഇഡലിയും അല്ല അത്രയും ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു എമൗണ്ടിൽ നിന്ന് ഒരു ഡയറ്റിൻ്റെ ഒരു പോർഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ സാധാരണ 8 ഇഡലി കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതൊരു 7 ഇഡലി ആക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന സാമ്പാർ കുറച്ച് കൂടുതലെടുക്കുക. പിന്നെ ഈ ചമ്മന്തിക്ക് പകരമായിട്ട് നമ്മൾ ഒന്നുകിൽ സാമ്പാർ കഴിക്കുക, അതിൽ കുറച്ച് പരിപ്പ് കുറച്ചിട്ടിട്ട് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ചിക്കൻ കറി, മീൻ കറി അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക. അതിപ്പോൾ പുട്ട്, ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സംഭവങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ കടലയും പയറും അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അളവ് കുറയ്ക്കാനായിട്ട് നോക്കണം. കാരണം അതിൻ്റെ അകത്ത് വീണ്ടും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനുമാണ്, എന്നാൽ അതൊരു കംപ്ലീറ്റ് പ്രോട്ടീനും അല്ല. അപ്പോൾ നോൺ വെജ് കറികൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നോക്കുക. അപ്പോൾ പതുക്കെ എത്ര എമൗണ്ടാണോ നമ്മൾ ആദ്യം എടുത്തിരുന്നത് അങ്ങനെ ഒരു നല്ല സമയം എടുത്ത് ഇത് ചെയ്താൽ മതി. പെട്ടെന്നൊന്നും വേണ്ട. ഒരു മാസത്തോളം നിങ്ങൾ ഇപ്പോൾ 8 ഇഡലി കഴിക്കുക. ഞാൻ ഇഡലി ആകുമ്പോൾ പറയാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇഡലിയുടെ കാര്യം എപ്പോഴും പറയുന്നത്. 8 ഇഡലി കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾ അത് 7 ഇഡലിയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ലാതെ ഇന്ന് 7 ഇഡലി എടുക്കുന്നു, നാളെ 6, അടുത്ത ദിവസം 5, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 2 ഇഡലിയെ പോകുന്നു വയ്ക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് വളരെ സമയമെടുത്ത് സാവധാനം വെയിറ്റ് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ അതനുസരിച്ചേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് പിന്നീട് ഒരു സമയത്ത് തിരിച്ച് വരത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കൂടും. അതുകൊണ്ട് സ്ലോ ആയിട്ട് 2, 3 വർഷമൊക്കെ എയിം ചെയ്തിട്ട് പോലും നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനെപ്പറ്റി അങ്ങനെ കുറച്ച് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. പിന്നെ മാക്സിമം കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 to 3, ഇപ്പോൾ ഇഡ്ഡലിയാണെങ്കിൽ 2 to 3, അല്ലെങ്കിൽ ദോശയാണെന്നുണ്ടെങ്കിലും 2 to 3 അത്രയിലൊക്കെയാണ് നമ്മളൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്ന് നിൽക്കേണ്ടത്. അപ്പം അപ്പോഴും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ഡയറ്റിലേക്ക് ഒന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങൾ എടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ എമൗണ്ടിൽ നിന്ന് ഒരു 2 to 3 ദോശ, ഇഡ്ഡലി അല്ലെങ്കിൽ പുട്ടാകുമ്പോൾ പുട്ടിൻ്റെ ഒരു പീസാണ് കേട്ടോ നമ്മൾ ഒരു പോർഷനായിട്ട് കരുതുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ രാവിലെ ഇപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് നമ്മുടെ ഒരു മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ വയറൊന്ന് ക്ലീൻ ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും മധുരമില്ലാത്ത എന്തെങ്കിലും കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ വെറുതെ ചൂടുവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു മിഡ് മോർണിംഗ് ആകുമ്പോഴത്തേക്കും തുടക്കത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ ശീലമുള്ള ആളുകൾ ആ ഒരു മിഡ് മോർണിംഗ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യം കഴിക്കുക. പ്രിഫറബിളി ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ആദ്യം നിങ്ങൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ടൈപ്പ് മാറ്റിക്കൊണ്ട് വരാനായിട്ട് നോക്കുക. ഇപ്പം നമ്മൾ മാങ്ങാപ്പഴമൊക്കെ ഭയങ്കര ഹൈ കാലറി ഉള്ള സംഭവമാണ്. പക്ഷേ അങ്ങനെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് മാത്രം ഇഷ്ടമുള്ളവർ ബിഗിനിങ്ങിൽ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നീട് അത് ബനാനയിലേക്കും ആപ്പിളിലേക്കും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് മിഡ് മോർണിംഗിൽ. ഇനി മിഡ് മോർണിംഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മുടെ മോരും വെള്ളമോ അതുപോലെ അങ്ങനെ എന്തെങ്കിലും നാരങ്ങ വെള്ളമോ അങ്ങനെയൊക്കെ കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. നാരങ്ങ വെള്ളമൊക്കെ എടുക്കുമ്പം ഒന്നുകിൽ മധുരം കുറച്ചിട്ടിട്ട് അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ടിട്ട് അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലാതെ അങ്ങനെയൊക്കെ കുടിക്കാനായിട്ട് പതുക്കെ ഗ്രാജുവലി അങ്ങനെയുള്ള ശീലങ്ങളിലേക്ക് വരിക. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ
ഒരു ഇതിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തുടക്കക്കാർക്ക് ലഞ്ച് കഴിക്കാനായിട്ട് എങ്ങനെ പ്ലേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ വയറ് നിറഞ്ഞിരിക്കും നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല നമ്മൾ ഡയറ്റിലായിട്ട് പോലും ഇത്രയും വയറ് നിറയെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ കുറച്ച് ചീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ടോട്ടൽ ഫുഡിൻ്റെ എമൗണ്ട് കൂടുതലും എന്നാൽ കാലറി കുറവും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ലഞ്ച് സെറ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ നമ്മൾ ചോറിൻ്റെ അളവൊന്നും കുറയ്ക്കേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള ചോറെടുത്ത് വെക്കുക, കറികളെടുക്കുക. ഈ കറികളൊക്കെ ഈ ചോറിൻ്റെ അതേ പോർഷനിൽ തന്നെ ഒട്ടും അളവ് കുറയ്ക്കാതെ എടുക്കാനായിട്ട് നോക്കുക. ഗ്രാജുവലി ചോറ് നമ്മൾ എമൗണ്ട് കുറച്ച് കൊണ്ടുവരുമ്പം കറികളുടെ അളവ് കൂടി വരും. അപ്പോൾ കറികൾ അതുപോലെ തുടക്കത്തിൽ നിങ്ങൾ ഏത് കറികൾ വേണമെങ്കിലും എടുക്കുക. പിന്നെ കാലോറീസ് കുറവുള്ള കറികൾ, അതായത് നമ്മൾ കിഴങ്ങ് വർഗ്ഗത്തിലൊക്കെ പെട്ട സംഭവങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കിക്കൊണ്ട് കാലറി കുറവുള്ള കറികളിലേക്ക് വരിക. അതേസമയം ആവശ്യത്തിന് പ്രോട്ടീൻ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് അത് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ മുട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ബീഫൊക്കെ കഴിക്കാവോ അല്ലെങ്കിൽ മീൻ വറുത്ത് കഴിക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഫുഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇനീഷ്യലി നമ്മളൊന്നും ഒഴിവാക്കുന്നില്ല. പകരം എമൗണ്ട് പതുക്കെ ഗ്രാജുവലി കുറച്ച്. അതും മനസ്സിൽ വെക്കേണ്ട കാര്യം, മാസങ്ങളെടുത്തിട്ടായാലും മതി. ഒത്തിരി തിരക്ക് പിടിച്ചാൽ നമ്മൾ 10 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നിർത്തിയിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ പതുക്കെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് ലഞ്ചിൻ്റെ കാര്യം. പിന്നെ നമ്മളൊരു 4 മണി സമയത്തേക്ക് വരുമ്പോഴത്തേക്കും പൊതുവേ നമ്മൾ ഈ ബേക്കറികളും എണ്ണ പലഹാരങ്ങളും ഒക്കെ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അത് എണ്ണത്തിൽ കുറയ്ക്കുക. ഇപ്പോൾ പഴംപൊരിയോ ബോണ്ടയോ ഒക്കെ അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാർ, പരിപ്പുവട അല്ലെങ്കിൽ പഫ്സ് അങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരത് എണ്ണത്തിൽ കുറച്ച് കൊണ്ടുവരിക. ഗ്രാജുവലി അത് 1ൻ്റെ പകുതിയാക്കുക. അങ്ങനെയും നമ്മൾ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ നോക്കുക. നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വൈകിട്ട് 4 മണിയുടെ ചായയുടെ സമയത്ത് കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഡിന്നറിലായിട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പകലൊക്കെ ഒന്നും കഴിച്ചില്ലേ പോലും ഞാൻ ഹാപ്പി ആയിരിക്കും, എനിക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഡിന്നറിന് എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചിട്ട്, അതും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സ്പെഷ്യലി നോൺ വെജ് ഒക്കെ കൂട്ടിയിട്ട് ഡിന്നർ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരിക്കും. കിടന്നാൽ ചിലപ്പം ഇതിങ്ങനെ ഓർത്തോണ്ട് കിടക്കും കഴിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഡിന്നറിൽ ഇനിഷ്യലി ഒരു മാറ്റവും വരുത്തണ്ട. കഴിക്കുന്ന എന്താണോ അത് തന്നെ കഴിക്കുക. പക്ഷെ കുറച്ച് ഏർലി ആക്കാനായിട്ട് നോക്കുക. എനിക്ക് ഭയങ്കര ലേറ്റായിട്ട് ഡിന്നർ കഴിക്കുന്നതാണ് ഇഷ്ടം, അതും വയറ് നിറയും കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ളവർ ഇപ്പോൾ രാത്രി 11:30 ആകുമ്പോൾ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് 11 മണിക്കാക്കുക. 11 മണിക്കാക്കുക, പിന്നീട് അത് 10 മണിക്കാക്കുക, 9 മണിക്കാക്കുക. അങ്ങനെ സമയം ഒന്ന് ആദ്യം മാറ്റിക്കൊണ്ടുവരിക. സമയത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അതിനുശേഷം ടൈമുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയതിന് ശേഷം മാത്രം നമ്മുടെ ഡിന്നറിൻ്റെ ഫുഡ് എന്താണോ കഴിക്കുന്നത് അതിൻ്റെ അളവ് കുറയ്ക്കുക. ഇപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് അത് തന്നെ ഡിന്നറിലും കഴിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ചോറ് തന്നെ ഡിന്നർ കഴിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തുടക്കത്തിൽ നിങ്ങളത് മാറ്റണ്ട. പകരം ഒന്ന് അളവ് കുറച്ച് ആദ്യം അളവല്ല, സമയം താഴ്ത്തി കൊണ്ടുവരിക. അതിന് ശേഷം അളവ് കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ പിന്നീട് നമുക്ക് നല്ല വെയിറ്റ് ലോസൊക്കെ ഉണ്ടായതിന് ശേഷം നമുക്ക് തന്നെ തോന്നുന്നു ഇനിയിപ്പോൾ രാത്രി ചോറ് കഴിക്കേണ്ട, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഗ്രില്ല് ചെയ്ത് നോൺ വെജും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെജീസും അല്ലെങ്കിൽ ഓംലെറ്റോ അതല്ലെങ്കിൽ ബോയിൽ ചെയ്ത എഗ്ഗും വെജീസും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പം പിന്നെ നമ്മൾ ലേറ്റർ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചായിട്ട് തന്നെ ചെയ്യാം. അപ്പം നമ്മൾ ഓരോ ദിവസത്തേക്കുമുള്ള സംഭവങ്ങൾ മാക്സിമം ചെയ്ത് കാണിക്കാനായിട്ട്, അതായത് പ്ലേറ്റ് സെറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ എടുക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ പോയിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് കൺട്രോൾ ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.